പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിനം മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ച കേന്ദ്ര നേതാക്കൾ കേരളത്തിലെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയും പിണറായി മോദി ബന്ധവും വീണ്ടും ഉന്നയിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനും CPM-നും ഒരുപോലെ പങ്കെന്ന് മോദി ആരോപിച്ചു. അവസാന ലാപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 5 ദിവസം മാത്രം. BJP ഡിയിലും വയനാട് പുനരധിവാസ ഫണ്ടും CPM-നുള്ള STPI പിന്തുണയുമടക്കം പ്രചാരണ വിഷയങ്ങൾ പലതുമുണ്ടായി. ജനമനസ്സിൽ ചേക്കേറാൻ പ്രചാരണ തന്ത്രങ്ങളുടെ ആവനാഴിയിലെ അവസാന അസ്ത്രവും പ്രയോഗിക്കുകയാണ് മുന്നണികൾ. കേന്ദ്ര നേതാക്കളടക്കമുള്ളവർ ദിവസങ്ങളായി കേരളത്തിൽ തമ്പടിച്ച് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. രണ്ടാംഘട്ട പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലെത്തി. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രചാരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയും മോദി പിണറായി കൂട്ടുകെട്ട് ആരോപണവും ഇന്നും ആവർത്തിച്ച രാഹുൽ ഗാന്ധി CPM-നും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചു. Everybody in Kerala can see that there is a relationship now between the BJP, RSS and the left front, CPM. പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രണ്ടാംഘട്ട പ്രചാരണം. കഴിഞ്ഞ തവണ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്താതിരുന്ന പ്രധാനമന്ത്രി ഇന്ന് പക്ഷേ പത്തനംതിട്ടയിൽ സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് കോൺഗ്രസിനെയും CPM-നെയും ഒരുപോലെ കടന്നാക്രമിച്ചു. सबरीमला उसमें हुए इस पाप का एक पैटर्न है. ये चोरी LDF की सरकार में हुई और इसमें चोरी करने वालों के तार कांग्रेस के शीर्ष नेताओं से जुड़े पाए गए. തിരുവനന്തപുരത്ത് റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കോട്ടയം ജില്ലയിലായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇന്നത്തെ പ്രചാരണം. കോൺഗ്രസ് BJP ഡീൽ ആരോപണം വീണ്ടും ഉയർത്തി MA ബേബി. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിൽ ഇപ്പോൾ ഒരാളുണ്ട്. അത് UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് തൃശ്ശൂർ. ആ 85,000 വോട്ട് കുറഞ്ഞപ്പോഴാണ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP നേതാവ് അവിടെ നിന്ന് ജയിച്ചത്. അത് മറച്ചു പിടിക്കാനാണ് CPM BJP ഡീൽ എന്നുള്ള ആക്ഷേപം ഇവരുന്നയിക്കുന്നത്. സംസ്ഥാനതല പ്രചാരണം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് രണ്ടാംഘട്ട പ്രചാരണം തുടങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.